എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി ഇന്ന് നമ്മുടെ TT നെപ്പോളിയൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് വർക്ക്ഷോപ്പിൽ നിന്ന്. അതായത് മെക്കാനിക്കൽ പണി കഴിഞ്ഞ്. ഗൈസ് നോക്കൂ, ഫൈനലി ഇപ്പം എല്ലാ മെക്കാനിക്കൽ പണിയും കഴിഞ്ഞ് വാഷിങ്ങിന് വണ്ടി ഇട്ടേക്കാണ്. പ്രിൻസേട്ടൻ ഫയർ റെസിസ്റ്റൻ മേടിക്കാൻ പോയതാണ്. പ്രിൻസേട്ടൻ ഇപ്പം തന്നെ വരും. ഗൈസ് നോക്കൂ, ഇവിടെ വാഷിങ്ങും അതുപോലുള്ള പരിപാടികളും കാര്യങ്ങളും ഓരോ നടക്കുകയാണ്. ഹായ് ഹായ്, അവർ നെക്സ്റ്റ് ഡേ. ഗൈസ് നോക്കൂ, നമ്മുടെ സാഹിബ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പുള്ളി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ പരമാവധി പുള്ളിക്കാരന്റെ കൂടുതൽ നടക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ. പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിക്കുവാണെങ്കിൽ നമ്മളൊരു 6-7 ദിവസം കൊണ്ട് അത്യാവശ്യം നമുക്ക് തട്ടിമുട്ടാനുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിക്കും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി വാഷിംഗ് ആണ്. അതായത് ഔട്ട് സൈഡ് ആൻഡ് ഇൻസൈഡ് ഡീസൽ വാഷ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കാറുണ്ട്. ഗൈസ് നോക്കൂ, അങ്ങനെ ഓരോ പരിപാടികൾ വണ്ടിയുടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ഗൈസ് നോക്കൂ, സോറി ഗൈസ് നോക്കൂ, അതായത് ഓരോ പരിപാടികൾ വണ്ടിയുടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന എൻജിൻ റൂമൊക്കെ ഫുള്ള് വെള്ളം അടിച്ച് കഴുകുക കേട്ടോ. അതായത് പ്രിൻസേട്ടൻ പറഞ്ഞത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ട് ഇത് ഫുള്ള് കഴുകി വൃത്തിയാക്കി എടുക്കാനാണ്. പുതിയതുപോലെ ആയല്ലോ, പുതിയതുപോലെ ആയല്ലോ. ഗൈസ് നോക്കൂ, വണ്ടിയുടെ എൻജിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയി വൃത്തിയായി വന്നിട്ടുണ്ട്. വണ്ടി ഒന്ന് യൂറോപ്പ് എത്തട്ടെ, വണ്ടി തിളങ്ങും അല്ലേ. ഗൈസ് നോക്കൂ, പിന്നെ മിറർ മുതൽ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി എടുക്കണം. നൈസ് നൈസ്. Very nice. I like my first time seeing in person, and it's very beautiful. Yes, yeah. Very yes. You like it? I like it. Yes, India van life is very cool. ഗൈസ് നോക്കൂ, പ്രിൻസേട്ടൻ വന്നു. പ്രിൻസേട്ടൻ ഉണ്ടല്ലോ, നമ്മുടെ ഫയർ റെസിസ്റ്റൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസേട്ടൻ കടയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. പ്രിൻസേട്ടൻ ഇപ്പം പിന്നെ എൻജിൻ റൂം വാഷ് അതിനാ പ്രിൻസേട്ടാ പിന്നെ സ്റ്റാർട്ടിങ്ങിലിട്ട് വാഷ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്നാ? സെൻസർ വെള്ളം കയറിയാലും പ്രശ്നം വരൂല. ഇതിപ്പോ എന്നാ കുത്തി നോക്കുന്നത്? ABS. ഗൈസ് നോക്കൂ, പ്രിൻസേട്ടൻ ഇപ്പം ABSന്റെ സാധനങ്ങൾ ഓരോന്ന് കുത്തി അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കാര്യം പറഞ്ഞേ, ഇതേപോലത്തെ അപ്പുറത്തെ ഡോറ് അഴിച്ചു മാറ്റി അത് ലെവൽ ചെയ്യണം കേട്ടോ. കൂടിപ്പണി എടുക്കണം അല്ലേ? എന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാ. ഗൈസ് നോക്കൂ, ഞാൻ വണ്ടി ഡോറ് ബെൻഡായി പോയിട്ടോ. ആ ഡോറ് ബെൻഡാക്കി ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ അത് കുറേ പരിപാടികളുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യണം. ഇതിപ്പോൾ ഇവിടുന്ന് വണ്ടി പ്രിൻസേട്ടൻ തന്നതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് എയർപോർട്ടിലെ ജോജോ ചേട്ടൻ്റെ അടുത്ത് AC ശരിയാക്കാൻ വേണ്ടിയാണ്. എൻ്റെ കുലിസിത പ്രവർത്തനങ്ങൾ ഈ കാണുന്ന ചേട്ടൻ ഫോണിൽ പകർത്തി കേട്ടോ. നോക്കി ചേട്ടാ, ഫോണിൽ പകർത്തുകയാണോ? ഗൈസ് നോക്കൂ, അപ്പം നേരെ ജോജോ ചേട്ടൻ്റെ അടുത്ത് പോകും. ജോജോ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ACയുടെ ലിസ്റ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് ACയുടെ സാധനങ്ങൾ മേടിപ്പിച്ച് വെക്കും. എന്നിട്ട് നേരെ സൈനസിൽ കൊണ്ടും അവിടുന്ന് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ സെറ്റപ്പ് ചെയ്യും. അങ്ങനെ കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാറുണ്ട് ഇന്നത്തെ ദിവസം അല്ലേ. ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇന്ന് ടുഡേ 14 ഇന്നത്തെ ഡേറ്റ്. ഇന്ന് 14 ഡേറ്റ്. അപ്പോൾ 14 നമ്മൾ വണ്ടി കൊണ്ട് ലിസ്റ്റ് കൊടുക്കണം. 18 ഞങ്ങൾക്ക് പോണ്ടിച്ചേരി എത്തണം. അപ്പോൾ 17 ഇവിടുന്ന് പോകണം. ഏത് പോണ്ടിച്ചേരിയാണെന്ന് ഞങ്ങൾ പറയൂല. ഇന്ത്യയിൽ കുറെ പോണ്ടിച്ചേരി ഉണ്ട്, അതായത് കുഴപ്പമില്ല. ഗൈസ് നോക്കൂ, വീലൊക്കെ വൃത്തിയാക്കി എടുക്കണുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ 100 പേപ്പർ വെച്ചിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാകും. എന്നിട്ടൊന്ന് ക്ലിയറും കൂടി എടുത്തിട്ട് ഗൈസ് നോക്കൂ, അങ്ങനെയുള്ള പരിപാടി. എന്തായാലും സെൻസർ എന്തെങ്കിലും കാണിക്കുമല്ലോ ചേട്ടാ? ആണോ ഗൈസ്? ബേക്കിലെ റൈറ്റ് സൈഡിൽ ഒരു സെൻസറിന് ചെറിയ വിഷയം ഉണ്ടെന്നാണ് പ്രിൻസേട്ടൻ പറയുന്നത്. എന്തായാലും വണ്ടി പ്രിൻസേട്ടൻ ഒന്ന് മൊത്തം സെറ്റ് ചെയ്യട്ടെ. വണ്ടിക്ക് മറ്റേ ABSന്റെ സെൻസർ ഒരു കാലത്തും ജോബ് ആവൂല, നമ്മളെ പോലെ തന്നെയാണ്. എത്ര പറഞ്ഞാലും ശരിയല്ലേ അല്ലേ? ABS കറക്റ്റ് ആകില്ല. പ്രിൻസേട്ടൻ നിങ്ങൾ 1.5 അടിക്കാതെ രക്ഷയില്ല കേട്ടോ. നിങ്ങൾ 1.5 അടിച്ചാലേ ആക്റ്റീവ് ആകുള്ളൂ, അല്ലെ നിങ്ങൾ ഇങ്ങനെ നിൽക്കും. എടാ, സഫാരി പോയിട്ട് മറ്റേ ഗിയർ ലിവർ എടുത്തിട്ട് വരാം. ഗിയർ ലിവർ ഗൈസ്, ഞാൻ സഫാരി പോയിട്ട് ഗിയർ ലിവർ എടുക്കട്ടെ കേട്ടോ. സഫാരിയുടെ അടുത്തെത്തി. സഫാരിയുടെ ബേക്കിൽ ഒരു ലിവർ ഉണ്ട് കേട്ടോ. ദൈവമേ, ലിവർ കാണുന്നില്ലല്ലോ. എവിടെ എടുത്ത് വെച്ചു? ഐ ഡോണ്ട് നോ. ലിവർ പോയോ? ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടിക്കകത്തുനിന്ന് ലിവർ കിട്ടിയില്ല കേട്ടോ. വലുത് ഫസ്റ്റ് ചെറുതേ കിട്ടിയുള്ളൂ. ചെറുതിടാം ഇപ്പം താൽക്കാലികമായിട്ട്. അതിന് ശേഷം നമുക്ക് വലുതിടാം കേട്ടോ. വലുത് ലിബിയോട് ചോദിക്കട്ടെ. ഒന്നേ ബസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ എഞ്ചിനൊക്കെ നോക്കട്ടെ. വെരി സ്മോൾ എഞ്ചിൻ. Small engine. In America we have
big engine. In Ford. Yes, Ford. I had a 7.3 liter Ford. I don't know CC. Very big. Guys, നോക്ക് പുള്ളി ഇതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരിധി ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിരിക്കുകയാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സംഭവമുണ്ട്. ഇവരുടെ വണ്ടി സ്വന്തമാണ് പണിയുക. അമേരിക്കയിലൊക്കെ വേറൊരാളുടെ വണ്ടി പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയുന്ന മണിക്കൂറിനാണ് കാശ്. അപ്പം യു വർക്കിംഗ് സെൽഫ്. Yes. Yeah, mechanical also, interior also, anything. Okay. I was fixing my engine. Yes. ഇയാൾ പുള്ളി തന്നെയാട്ടോ എല്ലാം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവിടെ വർക്ക്ഷോപ്പിൽ കേട്ടില്ല, കാരണം അവിടെ മണിക്കൂറിന് പൈസ ബമ്പം പൈസ ആവുന്ന പറഞ്ഞു കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മുടെ വണ്ടിയുടെ പരിപാടി ഓരോന്ന് തീരുന്നു. പരിസരം അവിടെ കൊണ്ടുവന്നു, വണ്ടി ഇറക്കുന്നു കേട്ടോ. ഫൈനലി ലിബിൻ വന്നു, സാധനം കിട്ടി കേട്ടോ. യെസ്, ഗോട്ട് ഇറ്റ്. യാ, ദിസ് ഈസ് അവർ ഗിയർ ലിവർ. യാ, കം ഓൺ. സാധനം കിട്ടി കേട്ടോ. ദിസ് വൺ very big. Where did you buy this? This is gear lever. Okay. Gear change. Yeah. Gear change. Don't let American girls do this. She'll take it. പുള്ളി അതിന് ടീമാണല്ലോ. നമുക്കതുകൊണ്ട് വണ്ടിയിൽ ഇടണം കേട്ടോ. അതുകൊണ്ട് വണ്ടി ഇടണം. അതേ സമയത്ത് ഞാൻ പ്രിൻസേട്ടനായിട്ടൊന്ന് സംസാരിക്കണം. ഏതാണ്ട് 10-15 മിനിറ്റ് എടുക്കും വണ്ടി കിട്ടാൻ വേണ്ടി. പ്രിൻസേട്ടൻ എനിക്ക് കൊണ്ടുള്ള പാർട്സ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബെൽറ്റ്, പിന്നെ ഹെയർ ഫിൽറ്റർ മാറണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നാൽ മാത്രമേ ഉള്ളൂ. ഹെയർ ഫിൽറ്റർ, പിന്നെ ഫ്യൂസോ, സ്വിച്ച്, ഓയിലിന്റെ സ്വിച്ച്, റിലേ ഉണ്ട്. റിലേ, ഇതൊക്കെ കൊണ്ടുപോകുന്ന പാർട്സുകളാട്ടോ എനിക്ക്. എന്ത് ഇതാ ഫുള്ള് റിലേ ഫ്യൂസുവാ. റിലേ ഫ്യൂസ് 5 വെച്ചാ ഒരെണ്ണം താഴ്ത്തി. ഇതെല്ലാം കേബിളുകളാട്ടോ. ഒറിജിനൽ ഫോഴ്സിന്റെ ഒറിജിനൽ ബെൽറ്റുകളാണ്. ഈ ബെൽറ്റുകളാണ് നമുക്കിനി ഉപയോഗിക്കേണ്ടത്. ഇത് എയർ ഫിൽറ്റർ ഇതൊരെണ്ണം വീട്ടിലുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതെന്നാ ബ്രേക്ക് പാഡാ. ബ്രേക്ക് പാഡ് ഒരു സെറ്റ് വീട്ടിലിരിപ്പുണ്ട്. അത് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാർട്സായിട്ട് പ്രിൻസായിട്ട് ഓരോന്നോരോ സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. ഇതെല്ലാം കൊണ്ടുപോകണം. ഇതെന്തിന്റെ ബുഷാ? ബാലൻസാറിന്റെ ബുഷ്, അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകണം. കാരണം പാർട്സൊക്കെ ചൈനയിലും മറ്റു രാജ്യങ്ങളൊക്കെ കാണിക്കണം. നിങ്ങളുടെ വണ്ടിയുടെ പാർട്സൊക്കെ എന്തെന്ന് കുറച്ചെടുത്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പാർട്സ് അത്യാവശ്യമാണ്. ക്യാമ്പർമാൻ ടാക്സ്? No. If you have very expensive car, you pay more for plates. Number plates. Yeah. So if you have like this old. No, this is cameraman tax in India. No, in America. അമേരിക്കയിൽ ക്യാമറമാൻ ടാക്സ് ഇല്ലെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. ഇവിടെ നമുക്ക് ടാക്സ് ഉണ്ട് കേട്ടോ. എന്തായാലും വണ്ടി കഴുകി കിട്ടട്ടെ. പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടപ്പോൾ. എന്തായാലും പുള്ളി സഫാരി ഓടിക്കും, ഞങ്ങൾ ഇതും കൊണ്ട് ഇത് കൊടുക്കും. പുള്ളി നമ്മുടെ കൊടുത്തി വരാമെന്നാട്ടോ പറഞ്ഞത്. പുള്ളിക്ക് അംബാസഡർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അംബാസഡറിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ പുള്ളി പറയുന്നത് ഏത് വണ്ടി മേടിച്ചാലും അമേരിക്ക രജിസ്ട്രേഷൻ ഈസ് മോർ മണി. Yes, more cost, more registration. Cheap car, cheap registration. Yes. You take one ambassador. Here to one ambassador. I don't know. Ambassador. You take in America. Very cheap, right? Guys, ഇവർക്കുണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന് വണ്ടി അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാം. 20 വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ അമേരിക്ക രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. കാനഡയിലാണ് 15 വർഷം പഴക്കമുള്ള ഇന്ത്യൻ വണ്ടി കാനഡയിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യാം. അമേരിക്കയിലാണ് 20 വർഷം പഴക്കമുള്ള വണ്ടി അമേരിക്ക കൊണ്ട് രജിസ്റ്റർ ചെയ്യട്ടോ. ഇവിടെ അങ്ങനെ ക്രൈസൊക്കെ ആയിട്ട് കുറേ സായിമാർ വണ്ടി കൊണ്ടായിട്ട് എനിക്ക് അറിവുണ്ട് കേട്ടോ. This is 20 years back vehicle in registration in US. Yes. Yeah. And you can import right-hand drive or any small car. Yes. വയർ അവിടെ താഴെ പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ലിബിയോ നോക്കാൻ എന്തിയാടാ? ആണോ? സായിപ്പിനുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രൈസ് ആട്ടോ. പുള്ളി അതിന് വേണ്ടി തന്നെ നിൽക്കും കേട്ടോ. പുള്ളിക്ക് വണ്ടി ഇന്ന് ഭയങ്കര ക്രൈസ് ആട്ടോ. എനിക്ക് തോന്നി ഞാൻ പ്രിൻസേട്ടനെ വിളിച്ചോണ്ട് പറഞ്ഞാൽ. ഈ കാണുന്നതാണ് ഞങ്ങൾ വണ്ടി പണിയണ വർക്ക്ഷോപ്പ് കേട്ടോ. പ്രിൻസേട്ടൻ്റെ 6 വണ്ടിയൊക്കെ ട്രാവലർ പണിയണുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ട്രാവലറിൻ്റെ പണിയെടുക്കുന്ന മെക്കാനിക്കലിന് ഇഷ്ടംപോലെ ജോബ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ആ ജോബ് വേക്കൻസി ആർക്കെങ്കിലും ഉപകാരപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉപകാരപ്പെടുത്തുക. നല്ല ജോലി വേക്കൻസി ഉണ്ട്. ട്രാവലറിൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. ഇവിടെ മിതമായ പൈസയ്ക്ക് നമുക്ക് വണ്ടി പണിയുന്നുണ്ട്. വലിയ അറപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടി എൻ്റെ നല്ല പൈസയുടെ പണിയുണ്ട്, പക്ഷേ അത്രയും ബില്ലാവത്തില്ല കേട്ടോ. പൈസ എൻ്റെ മുന്നിൽ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾ മേടിക്കുക സേമിയ ആണ് ചേട്ടാ. സേമിയ ഇതിൻ്റെ ഉള്ളിൽ സേമിയ ഉണ്ടോ? ആ സായിപ്പിനെ ഒന്ന് വിളിച്ചേ. സായിപ്പിന് ഒരു ഐസ് മേടിച്ച് കൊടുക്കാം. ചേട്ടന് വേണ്ടേ? ഒന്ന് ഐസ് മേടിക്കാം.
പ്രിൻസേട്ടാ ഒരു ഐസ് മേടിക്കും പ്രിൻസേട്ടാ. വാന്ന് എന്നതാ ഇത് വാങ്ങ ഇങ്ങ വാങ്ങ കഴിക്കും ഐസ് കഴിക്കും. ഏതാ പ്രിൻസേട്ടാ നല്ല? ഓ പൊക്കി പറയാണല്ലോ ചേട്ടാ. കാണിച്ചേ കസ്റ്റമറാണ്. ആ കാണിച്ചു ചേട്ടാ. മാംഗോ മുന്തിരി സേമിയ ഓറഞ്ച്. മാംഗോ മുന്തിരി സേമിയ ഓറഞ്ച്. സേമിയ തുറന്ന് കാണിക്കാൻ പറ്റുമോ? അതാകുമ്പോ ചേട്ടൻ ഇത് തുറന്ന് കേട്ടാ. ആ ഇത് ചേട്ടൻ്റെ ചേട്ടാ. ചേട്ടൻ മേടിച്ച സേമിയ നോക്കിയാ. അതിൻ്റെ സേമിയ ഉണ്ടോ നോക്കിയേ. ആ ഈ ടൈപ്പ് ഓഫ് സേമിയ അല്ലേ? എനിക്കൊന്നൊരു സേമിയ. മുന്തിരി എങ്ങനെയുണ്ട്? മുന്തിരി അത് മുന്തിരി ടേസ്റ്റ് അങ്ങനെയാണ് ഉണ്ടാവുക. സേമിയ നിങ്ങൾക്ക് സേമിയ കം ലോക്കലൈസ് നിനക്ക് വേണ്ടടാ. സേമിയ ഉണ്ട്, മുന്തിരി ഉണ്ട്. സേമിയ Sir, this one is localized semia. Ice cream. പായസം ഗ്രേപ്പ് ഒരു സേമിയ. Coconut. Oh, noodles. No. Semia. Semiya. What is this? No noodles. This paisa. Yeah, tasty. Oh yeah. Yeah. Localize. Yeah. Delicious. പ്രിൻസേട്ടന് വേണ്ടേ? കൊടുക്ക് പുളി കൊടുക്ക്. പുളി നാളെ പാട്ടൊന്നും പാടാൻ പോകുന്നൊന്നുമില്ല. നോക്ക് പ്രിൻസേട്ടനെ അത് ഓർഡർ ചെയ്യുന്ന മാംഗോ. എനിക്ക് മുന്തിരിക്ക് മുന്തിരി ടേസ്റ്റാണ്. മറ്റേ ടേസ്റ്റാണ്. കുൽഫി ഒരെണ്ണമുള്ളൂ അല്ലേ? കുൽഫി യു നീഡ് കുൽഫി. Coffee. Kulfi. I don't know. One kulfi. This is fantastic. Yeah, this is so many fantastic. This is kulfi. Very nice. Kulfi. Ice cream. Yeah, this Very tasty. very tasty. Okay. എനിക്ക് സേമിയ കൊടുത്തു തന്നെ. Ice cream wala. Yeah. Oh yeah. Yeah. Tasty. ഗൈസ് നോക്കൂ നല്ല കാറ്റ്. Saffron. പ്രിൻസേട്ടൻ ഇത്ര കാറ്റ്. പ്രിൻസേട്ടൻ മാങ്ങ എടുത്തേ. പ്രിൻസേട്ടൻ മാങ്ങ എടുത്തത്. പ്രിൻസേട്ടൻ സംസാരിക്കാൻ അടുത്തുണ്ട്. ഗൈസ് നോക്കൂ ഫൈനൽ സാധനം കിട്ടി. എത്ര കേട്ടാ? So tasty. Yeah. First time. Eating. Yes. Yeah. Delicious. സംഭവം കൊള്ളാട്ടോ. പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അവസാനത്തിന് അതിന് ഫീൽ വരുന്നില്ല. അല്ലേ? I like the saffron. Kulfi. Yeah. Kulfi. So good. And I like noodles too. നോക്കൂ ഫൈനലി വണ്ടി പണിത് കുട്ടപ്പനാക്കി ഇറക്കി പ്രിൻസേട്ടൻ വന്നു. ഓക്കെ നോക്കൂ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങൾ കിട്ടി കേട്ടോ. നോക്കിയേ ഉപ്പ് പൊടി മസാല അരി. ഒരു 5 ഇരട്ടിയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ആണോ? ആ ഗൈസ് നോക്കൂ കുറേ നല്ല നല്ല മസാല. ഗൈസ് നോക്കൂ ഫൈനലി വണ്ടി കിട്ടി. ഇനിയിപ്പോൾ വണ്ടി കൊണ്ട് ഞങ്ങൾ നേരെ പോവുക കേട്ടോ. അതായത് AC-യുടെ വർക്കിന്. അപ്പം നമ്മുടെ സായിപ്പ് സഫാരി എടുത്തോണ്ട് വരും. ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ആൾക്കാർ പ്രിൻസേട്ടനുണ്ട്. ഗൈസ് നോക്കൂ വണ്ടിയുടെ വീലും ഉണ്ടോ? ഈ കാണുന്ന വീലിന് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇതിന് ഓടി ഇരിക്കണം. ഈ കാണുന്ന വീലിന് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. അതിന് ഓടി ഇരിക്കണം. അപ്പോൾ പ്രിൻസേട്ടന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കയറാം കേട്ടോ വണ്ടിക്കകത്ത്. യു കം inside. Yeah. Here? No, that side. Yeah, it's mechanical in test drive. Okay. Yeah. പ്രിൻസേട്ടന് വണ്ടി ഓടിച്ച് നോക്കണമെന്ന്. ബീഡിങ് ഇല്ലാണ്ട് ചൂട് വന്നു. അതാ ചൂട് വന്നു. ആണോ? ഈ ഇതിന്റെ എഞ്ചിനുള്ള മറ്റേ ബീഡിങ് ഉണ്ടായില്ല. ഇതിന്റെ ഉള്ളിൽ പ്രിൻസേട്ടാ ഇതിന്റെ കവർ തോന്നിയിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ ഔട്ട്സൈഡ്. ഓക്കെ എഞ്ചിൻ ബോണറ്റിന്റെ അതും ഒന്ന് സ്ക്രൂ ഇട്ട് പിടിപ്പിക്കാൻ പറയാം അവിടെ ചെന്നിട്ട്. ഞാൻ വിളിക്കാം എന്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ പ്രിൻസേട്ടനോട് ചോദിക്കാം. ഇതൊന്ന് ക്ലിയർ ചെയ്തോ. ബാ ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. വണ്ടി എല്ലാം ക്ലീനായി സെറ്റപ്പ് ആക്കി തന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും. ചേട്ടാ ഹായ് കം ഹിയർ. ഗൈസ് നോക്കി ഇപ്പം മുടിഞ്ഞ ഇംഗ്ലീഷ് കേട്ടോ. പേരെന്നാ? പേര് ബിനിൽ സെബാസ്റ്റ്യൻ. ഗൈസ് നോക്കൂ ചേട്ടൻ്റെ ഈ കാണുന്ന ഇവിടെ നിന്നാണ് നമ്മൾ വാഷ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കേട്ടോ. പുള്ളി നല്ല കിഡലിനായിട്ട് വാഷ് ചെയ്ത് സെറ്റപ്പ് ചെയ്തു. നല്ലടാ. വേറെ കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്ലിയർ അടിക്കാനാ പറഞ്ഞത്. ആ സാധനം പോകില്ല. ക്ലിയർ അടിക്കണം. കോട്ടിങ് കൊടുത്താൽ മതി. പോളിഷ് ചെയ്താൽ മതി. ക്ലിയർ ചെയ്യാം. അത് ചെയ്യാം കേട്ടോ. പ്രിൻസ് ചേട്ടൻ വണ്ടിയെ കയറിയിട്ടുണ്ട്. ഞങ്ങളും കയറും കേട്ടോ. എന്തിനാ ഷായിപ്പ് മറ്റേ ഇതെടുക്കാണ്ട് പോയി. വടി എടുക്കാണ്ട് പോയി. ഷാപ്പിന്റെ ചാനലിന് വേണ്ടി. പ്രിൻസ് ചേട്ടൻ വണ്ടിയെ കയറി നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോകണം. വന്നിട്ട് പാർട്സ് എടുക്കാണ്ട് ഫയർ അസിസ്റ്റന്റ് എടുക്കണ്ടേ? അതെടുക്കണം. പിന്നെ പാർട്സ് എടുക്കാണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് AC-ക്കാരൻ്റെ അവിടെ ആട്ടോ പരിപാടി. ഇതിൻ്റെ ഒക്കെ പുള്ളി നേരെ ഇവിടെ കയറുന്നു. നമ്മൾ നേരെ അടിച്ചിട്ട് പാർത്തി സാധനം. It is kitchen. Yeah. Nice. This one.
inside. Oh wow! Look at that. Yeah. Wow, I had no idea. Yeah, nice. Oh, and the sink. ഇഷ്ടംപോലെ സാധനങ്ങളാട്ടോ. Oh yeah, that's nice. And then this bed creates one big bed. Yeah. Yes, yes. This one is up. And toilet in the back. Yeah, the toilet, wash basin, Okay. a fridge also. Yeah, nice, nice. And this special. ഗിയർ ലിവർ. നമുക്ക് വണ്ടി ഓടിക്കട്ടെ. ഇതിന്റെ ABS ന്റെ ലൈറ്റ് കത്തിക്കുന്നുണ്ട്. അത് നാളെ കഴിഞ്ഞ് പ്രിൻസിന് ശരിയാക്കി തരാൻ പറഞ്ഞു. ആ സാധനം കിടന്ന് അടിക്കുന്നുണ്ട് പ്രിൻസേട്ടാ ബേക്കിലെ ഡോറെ. അത് ഞാൻ കൊണ്ട് ശരിയായിക്കോളും. നമുക്ക് പുള്ളിക്കാരൻ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്യുകയാണ്. പുള്ളിക്കാരൻ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കും. ചേട്ടാ ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയാമോ പ്രിൻസേട്ടാ? ഒരു മണിക്കൂറിന് $50, അപ്രോക്സിമേറ്റ് $20-50, 4000 രൂപ ഒരു മണിക്കൂർ വണ്ടി പണിയുന്നതിന്. ഒരു മണിക്കൂർ. അപ്പൊ ഒരു എഞ്ചിൻ വർക്കൊക്കെ വന്ന് ഇവരെങ്ങനെയാ സ്വന്തമായിട്ട് വണ്ടി പണിയുവാ. അല്ലാതെ നമ്മളെ പോലെ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ട് പണിയൊന്നുമില്ല. അതൊരിക്കലും താങ്ങിയല്ല. നമുക്ക് പ്രിൻസേട്ടൻ വണ്ടി ഒടിച്ചും തിരിച്ചും ചവിട്ടിയും ഒക്കെ നോക്കുവാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അത്യാവശ്യം ദൂരം പോകും കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന ഇൻഫോ പാർക്കിലേക്ക് കയറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നേരിട്ട് ഓടിക്കുകയാണെങ്കിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതിലെ കയറ്റി കറക്കിക്കൊണ്ട് ഇപ്പുറത്തോട്ട് വരാമല്ലോ. അതാണ് അതിൻ്റെ ഒരു ഗുഡ്നെസ്. ഹൈവേ കൂടെ ഞങ്ങൾ പറത്തി വിടും കേട്ടോ. പറത്തി വിട്ടിട്ട് അവിടെ നിന്ന് തന്നെ തിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ നോക്കും കേട്ടോ. കേട്ടോ ചവിട്ടുന്നുണ്ടോ, അവൻ ബ്രേക്ക് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം നോക്കും. ഈ അടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ കേട്ടോ. അതെല്ലാം പോയി ലെവലാക്കണം പോയിട്ട്. ഗൈസ് ഫൈനലി ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വണ്ടി കൊണ്ടുവന്നു. ഓക്കെയാണ്. ഇനി ABSൻ്റെ ഒരു പരിപാടിയും കൂടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയില്ല കേട്ടോ. ഓൾ ഗുഡ്. ദിസ് ഈസ് നൈസ് വൺ. വെരി ഗുഡ്. എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയായി അല്ലേ? ഞാനേ പ്രിൻസേട്ടാ എന്തിയാ പോയോ? നിങ്ങളെ ഫയർ രജിസ്ട്രേഷൻ മേടിച്ചിട്ട് വരാം. പ്രിൻസേട്ടൻ്റെ ഉപദേശം 20,000-ൽ ഈ പ്രാവശ്യം അങ്ങനെയായിരുന്നോ? അങ്ങനെയൊന്നും വന്നില്ല. എന്നാലും ശ്രദ്ധിക്കണം. നടന്നു പോകണ്ടേ? അതിന് ഇവിടെ കൊടുക്കാൻ ഇവിടെ മറ്റേ പെട്ടെന്ന് കിട്ടില്ല എന്നിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ കമാൺ ക്യുക്ക്. ദിസ് ഈസ് ടാറ്റ സഫാരി. ഗൈസ് ഞങ്ങൾ പോയി ഫയർ രജിസ്ട്രേഷൻ സാധനങ്ങൾ മേടിച്ചിട്ട് വരട്ടെ. സായിപ്പ് നീ ഇവിടെ വന്നോ? ഞാൻ പോയിട്ട് ഉണ്ടോ? ഇല്ല ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മുടെ സഫാരി കുട്ടീനെ കൊണ്ട് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈ കാണുന്ന ഫയർ രജിസ്ട്രേഷൻ്റെ സാധനം ഫില്ല് ചെയ്യുന്ന സ്ഥലം. ഫയർ രജിസ്ട്രേഷൻ്റെ സാധനം വണ്ടിയിൽ കയറ്റി അവരൊക്കെ അവിടെ വീഡിയോ എടുക്കുന്നതിൽ എന്തോ വലിയ ഇതാണെന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അടുത്ത കടയുണ്ടല്ലോ, അടുത്ത കടയിൽ നിന്ന് മേടിക്കാം. കടകൾ ഇവിടെ ഇഷ്ടം പോലെ കടകളാണ് കേട്ടോ. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പോവാം. ഗൈസ് ഫൈനലി വർക്ക്ഷോപ്പിലെത്തി. പ്രിൻസേട്ടനെ ആ സാധനം സമയം കിട്ടുമ്പം പിന്നെ ഫില്ല് ചെയ്തോളാം കേട്ടോ പറഞ്ഞേ. ഇനിയിപ്പം നമ്മുടെ സായിപ്പ് ഈ കാണുന്ന സഫാരി എടുക്കും, നമ്മൾ പിന്നെ ട്രാവൽ എടുക്കും കേട്ടോ. പ്രിൻസേട്ടൻ അവിടെ അടുത്ത വണ്ടിയുടെ പരിപാടിക്ക് പോയി. ഓക്കെ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പം പിന്നെ യു നോ ഐഡിയ ഇൻ ഗിയർ. ഫസ്റ്റ് ഹിറ്റ് ദിസ്, സെക്കൻഡ് ദിസ്. Yeah, you see. No, I know. നീ ട്രാവലർ കയറിക്കോ. I am slowly, you come back. Okay. I am slowly, you come my back. Okay. You know any doubts in gear? No. Shift. Okay. No, easy. Okay. In seat belt missed. Yeah, in Kerala. ഇല്ല ക്യാമറ. ഓക്കെ ഗൈസ് നോക്കൂ. അത് തന്നെ അടിയോട് അടി. ഗൈസ് ഞാൻ ആദ്യം ഈ വണ്ടി എടുക്കട്ടെ. ഇത് സ്റ്റാർട്ടിങ്ങിലാണ് ഇട്ടാക്കുന്നത്. കൊള്ളാം. അപ്പം പുള്ളി സഫാരി എടുക്കും അല്ലേ? കൊണ്ടുവന്നു അല്ലേ? പോവാ. വണ്ടി ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്നത്. പണിതതിന് ശേഷം ആദ്യമായിട്ട് അത് സ്റ്റിയറിംഗ് ഒക്കെ നല്ല പാൽപ്പഴം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാൽപ്പഴം പോലെ അത്ര സ്മൂത്ത് ആട്ടോ. അതായത് ഈ വണ്ടി എന്തോ ഒരു സ്റ്റിയറിംഗ് പ്രശ്നം ഉണ്ടായി. നമ്മൾ പണിതില്ല, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അതേപോലെ അങ്ങ് ഓടിച്ചു. ഇപ്പോഴാണ് ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇത്ര സ്മൂത്ത് ആണ്. ഇതിന്റെ ABS ലൈറ്റ് കത്തി കിടപ്പുണ്ട്. അത് അടുത്ത ദിവസം പ്രിൻസായിട്ട് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ നേരെ എയർപോർട്ടിൽ ജോജോ എടുത്തു വന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അതായത് ഈ വണ്ടി AC-യുടെ സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നു, അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് നേരെ ജീവക്കാരുടെ അടുത്ത് വരുന്നു. അവിടുന്ന് ബ്രോഷറും സംഭവങ്ങൾ എഴുതി വെക്കുന്നു. ഇതിന്റെ ബേക്കിൽ മറ്റേ ഈ ഡോറൊക്കെ പറഞ്ഞ് തൂങ്ങി കിടക്കട്ടോ. അതൊക്കെ എടുത്ത് മാറ്റണം. കുറെ പേര് ഇതുണ്ടോ BR-യുടെ വണ്ടി ഇവിടെ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ യാത്രക്ക് ഒരു നമ്മുടെ ഒരു ഇവിടുന്ന് ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. ഒരു എന്തോ എന്താണ് അപ്പുറം അത് കഴിഞ്ഞ അപ്പുറം എന്താണെന്ന് ഇങ്ങനെ ഒരു കാണാനുള്ള ഒരു എന്താ പറയുക ത്വര, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ പോലെ എന്തൊരു സംഭവം ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഈ വണ്ടി കൊണ്ട് ഓടിച്ചെത്തുക എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഈ കാണുന്ന ഇതിലാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ഇനി നേരെ മെയിൻ ഹൈവേ കയറി. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടാണ് ഇനി ലക്ഷ്യം കേട്ടോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഹൈവേയിലെത്തി. ഭയങ്കരമായിട്ട് നമ്മൾ സായിപ്പ് തൊട്ട് ബേക്കിലുണ്ട്.
ഞങ്ങൾ ഫൈനൽ ഹൈവേയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഇനി അപ്രോക്സിമേറ്റ് ഒരു 10-20 കിലോമീറ്റർ നമുക്ക് ഓടിക്കുന്നുണ്ട്. ഓ ഗായ്സ് നോക്കി, നമ്മുടെ ചേട്ടനും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഫൈനലി റീച്ചിങ് ജോജോ ചേട്ടൻ AC വർക്ക്ഷോപ്പ്. പൊക്കമുള്ള ചേട്ടൻ. ഫുൾ ബിസി. അല്ല ഇദ്ദേഹം ബുക്ക് ചെയ്താലും കുഴപ്പമില്ല. അവിടെ ബുക്ക് ചെയ്തു. ഞാൻ 2 മാസം മുന്നേ ബുക്ക് ചെയ്തല്ലേ. എപ്പോ വേണേലും ഞങ്ങളുടെ വണ്ടി കൊണ്ടുവരുന്നത്. ഫിഷ് കറി, ട്രഡീഷണൽ ഫിഷ് കറി, പുട്ട് ഇറ്റ് ഇൻസൈഡ്. ഒരു പിന്നെ ഇത് ആദ്യം ഒരു മറ്റേ ഇതുണ്ട്, പുള്ളി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫുൾജാറില്ല, ഇത് ഫുൾജാർ അടിക്കുമോ? ആദ്യം പുള്ളിക്ക് മറ്റേ ഇതാ വേണ്ട, സ്പൈസിയാ വേണ്ട. ഗൈസ് ഞങ്ങളുടെ ജോജോന്റെ വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള സംഭവം ഇവിടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് കിട്ടും. ഇത് ചുമന്നിരിക്കട്ടെ, പിന്നെ ഞാൻ കാണിച്ചു തരാം. It is very tasty. Okay. Very spicy. Spicy? Yeah. I'm okay with spicy. Yeah. നാച്ചുറൽ കളർ. Yes. നാച്ചുറൽ. Yeah, beetroot. Pickled. Yeah. Okay. വെരി ടേസ്റ്റി. Yes. അയ്യോ മധുരം വേണ്ട. എല്ലാം ടേസ്റ്റ് നമ്മള് മിക്സ് ആവുള്ളൂ. ആണോ? അല്ല ഫുൾ ജാറില്ല. പുള്ളിക്ക് മറ്റേ ആദ്യം മറ്റേ ഉപ്പ് സോഡ കൊടുക്കും. മറ്റേ ചേട്ടാ മറ്റേ കത്തിക്ക് നയം കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് കൊടുക്കാം. അതിവിടെ ഇരിക്കട്ടെ, അടുത്ത അത് കൊടുക്ക. This one is dry fish in our Oh, this one, yeah. local food. This is for fish curry. Not fish curry, this is dried fish. Oh, okay. Come. This one, ചേട്ടാ നീ ഉള്ളിക്കാരനാണ്. This one is our eating local rice. Oh, yes, big rice. This one is our eating. Yeah, local rice. Big rice. Yeah. Our local rice. And this, what is this? This is ചേട്ടാ മറ്റേ മുരിങ്ങക്കെന്നെ പറയുന്നത് ടർമന്റ് എന്നാ? It's drumstick. drumstick. Yeah. It is very good in health. Similar to this? No, Inside this is beans. Yes, but seeds inside? Yeah. That is very good in health. Okay. വെരി ഗുഡ് വിറ്റാമിൻ. Vitamin. Oh, okay. But this one is you drink. This is color is very super. Oh, yeah, nice color. Yeah. It is some spicy. Okay. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ ജോജോ ചേട്ടൻ്റെ കട തൊട്ടടുത്തുള്ള കടയാണ്. ജോജോ ചേട്ടൻ ഇനിയിപ്പോൾ മഷിയിട്ടൊക്കെ നോക്കേണ്ടി വരും, എന്ന് വരും എങ്ങനെ വരും എന്നൊക്കെ ഉള്ളു കേട്ടോ. പോകുന്നല്ലോ കണ്ടായിരുന്നു ചേട്ടാ? കണ്ടായിരുന്നോ? ജോജനെ കണ്ടില്ല. ഇപ്പം വരുമായിരിക്കും. ഗൈസ് നോക്കൂ, ഇറ്റ് ഈസ് സ്പൈസി. നോ പ്രോബ്ലം. One dish. Okay, one. Yeah, it's okay. The whole thing. Yeah. Okay, no problem. ഗൈസ് നോക്കൂ, ഇന്ന് ഇതിനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വരുമോ? ടേസ്റ്റി. ദൈവമേ, പുള്ളി കട്ട അടിക്കാരനാന്ന് കേട്ടോ എനിക്ക് തോന്നണേ. Tasty. ഈ നെക്സ്റ്റ് വൺ ഇനി ഒരു ഫുൾജാർ അടിച്ചേ. This spicy. No. Next. ലെസ് സ്വീറ്റ് ആൻഡ് Sweet and very good. Okay. മറ്റേ ഇതിൻ്റെ അകത്ത് ഇട്ടതാ, അതിൻ്റെ അകത്ത് വരൂലേ മറ്റേ ചെറിയ സാധനത്തിൻ്റെ അകത്ത്. ഗൈസ് നമുക്ക് പുള്ളി ഒരു ഫുൾജാർ ഉണ്ടാക്കി തരാൻ കേട്ടോ. Full jar. This very refreshing because yeah. very hot Yeah. and little salt Yeah. and little spice and Yeah. cold. Yeah. This next one is full jar. Okay. Inside the sweet and some little bit items and inside the glass. Okay. Soda. അത്ര വേണോ? അപ്പൊ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന എന്നൊക്കെയാ? ഇതിൻ്റെ അകത്ത് അതിനകത്ത് ഇത് തന്നെ 20 അതിൻ്റെ അകത്ത് ഒഴിക്കുന്നു. ഓക്കെ. Wow. Good color. It's natural. Beetroot. Beet and peppers. Yeah. Yes. It is passion fruit sauce. Passion fruit. Yes. Yeah. Yes. Yeah. Very good. Yeah, Very this good. looks very good. Yeah. Rian. Yeah. എന്നടാ? Guys. Yeah. It is kaskas. Oh yes. Chia. Chia. Yes. ഇവരുടെ അവിടെ ചിയർ. Chia. അങ്ങനെ എന്തെങ്ങനെ കേട്ടോ പറയുന്നത്. അപ്പം പുള്ളി ഇനി പറഞ്ഞ മല്ലിയിലയാണോ എന്നാ? മിന്റ് ലീഫ്. Mint. മിന്റ് ലീഫ് എടുക്കണം. ആ മിന്റ് ലീഫ് ഇതിൻ്റെ അകത്ത് ഇടും, തകർത്ത് വരും കേട്ടോ. ഐ എം വെയിറ്റിംഗ്. ഗൈസ് എൻ്റെ വണ്ടി മാറ്റി വിടുന്നു ഗൈസ്. ഏതോ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. യെസ്, അവിടെ എന്തൊരു വിഷയമായിരിക്കുന്നു. ഓ, സാൾട്ട് ഇൻസൈഡ്. Okay. Then this inserting boom. Yeah. Big boom. Yeah. Okay. Bas. No. Put inside. Yeah. Inside. Put inside. Yeah, like this. Yeah. Okay. Yeah. Little bit shake. Yeah. It is very tasty. Mint. Yeah. In full jar. This one. Finally, ഇവിടുന്ന് ഞങ്ങൾ ജ്യൂസും സംഭവങ്ങളൊക്കെ കുടിച്ചു.
ഞാനിനി ഫുഡ് കഴിക്കുമ്പോൾ സമയം ഓവർ ലേറ്റ് ആയി 3 മണിയായി. അത് ഇവിടുന്ന് ചിറ്റൂരല്ലേടാ? 1 കിലോമീറ്റർ ടൗൺ അല്ലേ? 4 കൂടി ടൗൺ ആണ്. അങ്ങോട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം പിന്നെ നമ്മുടെ TT അവിടെ കിടപ്പുണ്ട്. നമുക്ക് സഫാരി പോകാം കേട്ടോ. ഫൈനലി ഞങ്ങൾ ചുറ്റിലെത്തി. സിയോച്ചേട്ടൻ വന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഏതൊരു ഹോട്ടൽ ജോജോ ചേട്ടാ ഒരു ഹോട്ടൽ നല്ലൊരു ഹോട്ടലിലേക്ക് പോകാം. പുള്ളിക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കും. അതവിടെ വെച്ചാൽ ഇന്നത്തെ കറിയും അതിനാ വാ കേറിയിട്ടിട്ട് പോവാം. 5 മിനിറ്റ് മതി. കമാൺ ഇൻസൈഡ് ദ വെഹിക്കിൾ. കമാൺ ടാറ്റ സഫാരി. കമാൺ കമാൺ വായോ ടാറ്റാ. ഇവിടെ ആട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് വന്നേ. അതായത് ജോജോട്ടൻ പറഞ്ഞു ഇവിടെ വന്ന് അടിപൊളിയാണ്. ഒരു പിന്നെ എയർപോർട്ടിലെ കണ്ടം ചെയ്ത ബസ്സാട്ടോ. ആ ബസ് കൊണ്ട് ഈ കാണുന്ന ഹോട്ടൽ പ്രൊമോട്ട് ചെയ്ത ഒരു സെറ്റപ്പ് ചെയ്തിട്ടോ. നമ്മുടെ ടാറ്റ സഫാരി ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലെത്തി. യാ കം ഈറ്റിംഗ് ഫുഡ്. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ്? Which type? Food. Yeah, best food. Okay, come. Yeah, come. Yeah. Best food. This man is working in Algeria and Poland. No, Iraq. Iraq. Oh, Iraq. Iraq also. Nice country. Yeah. Nice people. Yeah, nice people. Yes. Chicken biryani and traditional fish curry meals and normal vegetable meals and. I eat anything, so whatever you want. ഏതാ നല്ല ഊണെന്നുണ്ടാ? എന്നാ ഫിഷ് കറി മീൽ വരട്ടെ. 4 പേർക്ക്. അവനോട് പറഞ്ഞിരിക്കുന്നത് 3 ചോറ്, അത് മീൻകറി ഊണ്, പിന്നെ അതുപോലെ കൂന്തൽ, പിന്നെ ബീഫ്, പിന്നെ കക്ക. ഗൈസ് ഊണിന്റെ ടൈം കഴിഞ്ഞു കേട്ടോ. സമയം അപ്രോക്സിമേറ്റ് ടൈം ഈസ് 3:30. ഹൗ മച്ച്? 3:15. ഓ പുള്ളി ചെറിയ സ്ലോ കേട്ടോ. പഴയ വിൻഡോസിന്റെ സിസ്റ്റമാണ്. കമാൻഡ് കൊടുത്ത താമസിച്ച് വരുന്നത്. ബില്ലിന് മാത്രം ഭയങ്കര സ്പീഡാ അല്ലേ? മറ്റേ ട്രേഡിംഗ് ഒക്കെ പോയാ ഹൈയാ. അതെ കാണിച്ചു കേട്ടോ പരിപാടി എന്നൊക്കെ. എന്നിട്ട് പോകും. ഈ കൈ പോലെ തന്നെയാണ് പൈസയും മേടിക്കുന്നത് അല്ലേ? കൈ കണ്ടോ വലിയ കാണുന്ന വാഴയിലാണ് നമ്മൾ ഊണ് കഴിക്കാൻ വന്നത്. പുള്ളിക്ക് ഒരു പൊറോട്ട വേണമെന്ന് പറഞ്ഞു. അവിടെ നല്ല കിടിലം പൊറോട്ട അടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ പുള്ളിക്ക് ഒരു പൊറോട്ട. ചേട്ടാ ഒരു പൊറോട്ട, ഒറ്റ പൊറോട്ട. ഇസ് ട്രൈ മൈദ. യാ കേരള പൊറോട്ട. കിടിലൻ പൊറോട്ട കേട്ടോ. പുള്ളിക്കാരൻ കൈ കഴുകാൻ വേണ്ടി പോയേക്കാണ്. നമുക്ക് ചോറിന്റെ സൈഡും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട്. പരിപ്പ് കറി ഇതന്നെ അറിയാം. കാണാൻ It's good. Now try. Try? Yeah. It's starter. Guys. ഓ ഇവിടെ ചോറിന് സൈഡ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ കുമ്പളങ്ങ കറി വെരി വെരി ഹിറ്റ്. അവിയല് പിന്നെ ദിസ് ഈസ് അവിയൽ ലോക്കൽ നെയിം. ഇറ്റ്സ് ഓൾ വെജിറ്റബിൾ. Drumstick. Now you talking. Yeah. Good for health. അത് മൊത്തം കഴിക്കല് കളയണമെന്ന് പറഞ്ഞു. In balance. Throw. Little bit carefully. Fish curry. Sea fish. Spicy, no problem. Yeah, So sea fish. little with Yeah, rice. mixing. Okay. And mix. This mix. Okay. Mix. Yes. Little, yeah. But very spicy. Okay. Yeah, Very eat. spicy. Let's see. Yeah. This is beef roast in traditional. You try this. This is paisam, sweet. Sweet. Yeah. Okay. Yeah. And This is beef. It is very more tasty. Yeah. This try. Very good. Traditional. Coconut. Yeah. देखो guys. അമ്മ കൊള്ളാം കേട്ടോ. പരിപ്പ് കൊള്ളാം, അവിയൽ കൊള്ളാം, പിന്നെ ഒരു സാധനം കൊള്ളാം, എല്ലാം കൊള്ളാം. ഇഷ്ടപ്പെട്ടോ അല്ലേ? നല്ല കിട്ടിയ സാധനം. യെസ് പിക്കിൾ. ടേസ്റ്റി. ബീഫ് ഓൾസോ ടേസ്റ്റി. Beef, amazing. Yeah. Incredible. Buttermilk, sambar. Oh. Rasam. Oh, sorry. Is our local soup. Soup. Local vegetable soup. One soup. You put it, try in hand. Yeah. It is very tasty. No, this one. This one is soup. This one. Yeah. Our soup. Only South Indian dish, one soup. It is our soup. Wow, that's amazing. Yeah. This local name is Kallimakka, അല്ലേ? Kallimakka fry. Yes, Kallimakka. അങ്ങനല്ലേ ഏട്ടാ പറയാ? Kallimakka fry അല്ലേ ഇത്? ഇത് കക്ക Sorry, Kallimakka Sorry. Kakka fry. Kakka local name. Kaka. In Spanish. Yeah. Kaka means shit. But this Spanish. this is wonderful. ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഈ കാണുന്ന സംഭവമാണ് നമ്മളെ സെറ്റപ്പ് ചെയ്തിട്ടോ. കണ്ടോ? ഈ കാണുന്ന ഒരു ബസ് കൊണ്ട് പുള്ളി ഈ കാണുന്ന ഒരു ഹോട്ടൽ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഈ ബസ് മാർക്കറ്റിംഗ് കേസ് നോക്കും. അപ്പം ഇദ്ദേഹം പറഞ്ഞു ഇവിടെ നല്ല കിടിലം പാനിപ്പൂരി ഉണ്ടെന്ന്. അപ്പം നമ്മുടെ സായിപ്പിന് അത് കഴിക്കണമെന്ന് നല്ലൊരു പൂതി. അപ്പം നമ്മളൊരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോവാണ്.
ആയോ ഏട്ടാ? എടുക്കുന്നുണ്ടോ? ആ ഗൈസ് നോക്കൂ, പാനിപ്പൂരിക്കുള്ള ആളെത്തിയിരിക്കുകയാണ്. ഹൗ മച്ച് പീസ്? 5 പീസ് യു ഈറ്റ്? One. Only one Just piece. try. ജസ്റ്റ് ട്രൈ. പാനിപ്പൂരി ഉണ്ടാക്കാം കേട്ടോ, 4 പീസ്. അപ്പം ഈ കാണുന്ന ദിസ് ഈസ് ഫേമസ് ഇൻ സ്ട്രീറ്റ് ഫുഡ് ഇൻ India. It's very good. Anywhere. Yeah, it's Yeah. very, yes. 5 piece in local price 10 rupees, 20 rupees. So cheap. Yeah. Yes. 30 rupees, 40 rupees. Yeah. Yeah, so cheap. And some little bit sweet. Yeah. Yeah. Tamarind. Yeah. Yes. You, Okay. you eat. Yeah. 2 piece, sweet, 2 piece, normal. Okay, you have some too. Full. Eat. Okay, before lunch. This one piece. Before lunch. Okay. After lunch. I will one. Okay. You take one. Yes. Yeah. Okay. Yeah. Cheers. Cheers. Yeah. Is. Yeah. Yeah. Another type. Right, this another type. Spicy. കിട്ടില്ല സാധനം കേട്ടോ. എന്റെ കിളി പറയും. I will get Right. Eating. Yeah. Yeah, spicy. So full. Yeah. It is more tasty. No. Full. Yeah. It is very tasty. ഒന്ന് ചോദിച്ചോട്ടെ. ഇല്ല ചോദിച്ചേട്ടാ താമസം കളിക്കില്ലേ? എന്നാ ഒന്ന് ചോദിച്ചോണ്ണ. Yeah. This water is good. Yeah. നോക്കൂ, എല്ലാ കോലാഹലങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പ്രിൻസ് ചേട്ടൻ ആ വലിയ മനുഷ്യനായ ജോജോ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വണ്ടിയുടെ ഓരോ കാര്യങ്ങളായിട്ട് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടി. ഇത് കണ്ടോ എന്നാ പറ്റിയാ? ജോജോ ചേട്ടാ പറ്റായ, ജോജോ ചേട്ടാ കം പറ്റായ കം വാ. യാ ഗൈസ് നോക്കൂ, ഇതിൻ്റെ ബോണറ്റ് തുറക്കട്ടെ കേട്ടോ. ആദ്യം ഓരോന്നോരോന്നിട്ട് കാണിച്ചു കൊടുക്കട്ടെ. ബോണറ്റ് തുറന്നേ. പൊങ്ങുന്നുണ്ടോ? യാ ചേട്ടാ നമസ്തേ. യാ ഗൈസ് നോക്ക്, ഈ കണ്ടൻസർ നോക്കി, ഇങ്ങനെ കാണാൻ പറ്റൂല കേട്ടോ. ഇതായിരിക്കണം ഈ ഗ്രില്ല്. ആ ഇത് കണ്ടോ, ഇതിൻ്റെ കണ്ടൻസർ നോക്കി, കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആ ഞാൻ പറഞ്ഞില്ലേ, അതിനെന്നാ വില വരും? 1500 കിട്ടുമോ? അലുമിനിയത്തിൻ്റെ പീസ് കിട്ടൂല. 100 കിട്ടോ? അപ്പം ഇത് 2 ഫാൻ വെക്കണം കേട്ടോ. 2 ഫാൻ, നിലവിലുണ്ട്, ഒരു ഫാൻ കൂടെ. ഒരു ഫാൻ കൂടെ. ആ നെക്സ്റ്റ് ഈ AC ഇതിൻ്റെ അടിയിലെ മെയിൻ വയർ മനസ്സിലാ? അല്ല പിന്നെ ജോയിച്ചോട്ടെ, ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലെ മെയിൻ വയർ മറ്റേ ഇതായിപ്പോയി. ഞാൻ പറയട്ടെ, നമ്മളിവിടെ ഒരു ബീഡിങ്ങിന്റെ പറഞ്ഞാൽ ഇവിടെ ഇതിപ്പോ നിലവിൽ കെട്ടി വെച്ചാണല്ലേ? ആ ഇതെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്യണം. ഇതിന്റെ കവർ ബേക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ. എവിടെ? ഓക്കെ ഓക്കെ. അതുമായി ഇതിന്റെ അടിയിലെ കണക്ഷൻ മറ്റേ പിന്നെ ലൈന് മറ്റേ കരിഞ്ഞു പോയേക്കും. വർക്ക് ചെയ്യണ്ടോ? ആ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇത് ചായ ഓൺ ചെയ്താ ഞങ്ങളെ വിശ്വാസം ഇല്ലേ? അത് ഓണായിക്കടാ. വർക്ക് ചെയ്ത് പറഞ്ഞാലോ? അല്ലല്ല, ഫാൻ ഓൺ. കണ്ടോ ഇവിടെ പോവാ, ഇവിടെ കണ്ടോ എന്താ ഇവിടെ വെള്ളം വീഴുന്നു. അത് ചെരിഞ്ഞ് നേരെ റെഡിയാവും. ഇല്ല 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 ഇല്ല, അവിടെ ഉള്ളിലാ വീഴുന്നത്. എന്റെ പൊന്നെ കണ്ടോ? അല്ല നേരത്തെയോ? പുറത്ത് പുറത്ത്. അല്ല, ആ നേരത്തെ ഉള്ളിലായിരുന്നു സാധനം. ആ അത് പുറത്തോട്ട് പോകണം കേട്ടോ വെള്ളം കേട്ടോ. പിന്നെ ഞാൻ വരുമ്പം നാളെ ബസ് കൊണ്ട് വരും. ബസ്സിന്റെ ഈ കാണുന്ന വിൻഡുകൾ അടിയിലേക്കുള്ള പൈപ്പ് തരണം. വെന്റ് ഒപ്പിച്ച് തരാന്ന് പറഞ്ഞ്. ആ പിന്നെ ഇതിന്റെ വെന്റിന് എന്താ പ്രശ്നമുണ്ട്? ഇതെല്ലാം പൊങ്ങിയിരിക്കുന്നു, ഇതെല്ലാം താത്തണം കേട്ടോ. ഇതിന്റെ വിൻഡ് കേട്ടോ. ഇതിന്റെ അവസാനം ഇത് ഊരി നോക്കിയിട്ട്, ഇത് കണ്ടോ, ഇത് ഊരി നോക്കിയിട്ട് ഇത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 2 മോട്ടറുള്ളൂ. ആ 2 മോട്ടറിൽ 2 മോട്ടറിൽ ചെക്ക് ചെയ്യണം. ഇതാ പറഞ്ഞല്ലേ? ആ ഓക്കെ അല്ലേ? എല്ലാം കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ശരി ശരി കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും പരിപാടിയാണ് നമുക്കുള്ളത്. മറ്റന്നാൾ നിങ്ങൾ വരുന്നു. നാളെ വരും. നാളെ വൈകിട്ട് പകലെന്തേ കിട്ടി പതിച്ചു പോവാണേ. നാളെ വരാം. ഓക്കെ, നാളെ വൈകുന്നേരം റെഡിയാക്കണേ പ്ലീസ്. ഗീവ് മീ ടുമോറോ. ഓക്കെ, ടുമോറോ. ഓക്കെ ഞാൻ പോവാണേ. എൻ്റെ വണ്ടി നിങ്ങളെ ഏൽപ്പിച്ചേക്കുവാ. ഓക്കെ ബൈ ബൈ ഗൈസ്. നോക്കൂ, AC യുടെ കാര്യം കൊടുത്തു. ഇനി നേരെ പുള്ളിക്കാരന്
മറ്റേ വണ്ടി നോക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി നോക്കിയിട്ട് നമ്മൾ നേരെ ടുക് ടുക് നോക്കിയിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകട്ടോ. ലിബിൻ പറയുന്നത് കറക്റ്റാ. അതിന്റെ മേളൊക്കെ പൊളിഞ്ഞിരിക്കുക, ഒക്കെ പണിയണ്ട. ഓക്കെ പോട്ടെ. അവിടെ വേറെ സംഭവം നിങ്ങൾക്ക് ഇത്ര അവിടെ 30 വണ്ടി കിടക്കുക, അതിൻ്റെ ഇടയ്ക്ക് വേണം പണിയാൻ വേണ്ടി. നോക്കൂ, അതായത് ഫൈനലി അങ്ങനെ ഞങ്ങൾ ബജാജിൻ്റെ ഷോറൂമിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ വിലയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് ആസ്ക് ചെയ്യാൻ വേണ്ടിയാണ്. സെയിൽസ് ആൻഡ് സർവീസ്, യെസ്, ഇതിൻ്റെ വില എങ്ങനെയാണ്, എന്താ സർവീസുണ്ട്, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ പോയി അന്വേഷിച്ച് പുള്ളിക്കാരനെല്ലാം അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഒന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കേട്ടോ. ഒരു സബ്സ്ക്രൈബർ കേട്ടോ. എൻ്റെ പേരെന്നാ? അജ്മലിക്കാണ്. ഇത് അജ്മലിക്കയുടെ ദിസ് ഈസ് CNG. പുള്ളിക്കാരൻ്റെ ഓട്ടോ വേണം ഇന്ത്യ ഇറങ്ങാൻ, അപ്പോൾ അത് മേടിക്കാണ്ട് നടക്കുക. ഗൈസ് നോക്കി, ഇത് അജ്മലിക്കൻ്റെ വണ്ടി കേട്ടോ. പുള്ളി ഞങ്ങളെ വഴി കണ്ടപ്പോൾ നിർത്തുകയാണ്. ദിസ് ഈസ് ഗ്രിൽ ഇൻ സ്മോൾ ടച്ചിങ്, നോ പ്രോബ്ലം, സേഫ്റ്റി. ചേട്ടാ, ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഏറ്റവും ചെറിയ പൈസ കൊടുക്കുന്ന ആരാ നിങ്ങൾക്ക് അറിയാമോ? നോക്കൂ, നമ്മൾ യാദൃശ്യമായിട്ട് നാഷീനെ കണ്ടു കേട്ടോ. നാസിയുടെ പിന്നെ ക്യാപിച്ചീനോ എന്ന് പറഞ്ഞ സംഭവം ഇതാ കേട്ടോ. ഈ കാണുന്നതാണ് പുള്ളിയുടെ സംഭവം. അപ്പോൾ ഇവിടെ ആയിരുന്നു നാഷി. ഞങ്ങൾ ഇതിലിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നേ. അപ്പോഴാണ് നാഷി ഞങ്ങളെ വിളിച്ചത്. സംഭവം നാഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഞങ്ങൾ നേരെ ഇവിടെ തൊട്ടടുത്ത് ഷോറൂമാണ്, അവിടെ വരെ ഒന്ന് പോകണം കേട്ടോ. നേരത്തെ സ്ഥലത്തു നിന്ന് ഞങ്ങൾ ബജാജിൻ്റെ ഷോറൂമിൽ എത്തി കേട്ടോ. വണ്ടി ഇവിടെ നിർത്തി. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇവർ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മാനേജറിനെ പോയി കണ്ടേ, പുള്ളിയോട് കാര്യങ്ങളൊക്കെ പോയി ചോദിക്കട്ടെ കേട്ടോ. അന്ന് സംഭവമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇത് വൈറ്റ് കളർ കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത്. ഈ കാണുന്ന ഓട്ടോ, അപ്പോൾ ഇതിനെക്കുറിച്ച് പുള്ളി സംസാരിക്കാം കേട്ടോ. നോക്കട്ടെ. This one you like it? Not this. Not this. No. This is a child's toy. Yeah. No, this one is okay, but extra wide. Yeah. Yes. This one is very good. Yes. അതായത് നമ്മൾ ഇവിടുത്തെ സെയിൽസിൻ്റെ ആളായിട്ട് സംസാരിക്കും. നല്ല ഇടപെടലാട്ടോ ഈ പിന്നെ ബജാജിൽ ഇവിടുത്തെ നല്ല ഇടപെടലാണ്. പുള്ളി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു ഇവിടുന്ന് വണ്ടി മേടിച്ച് രാജസ്ഥാൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞു. അതായത് നല്ല ഇടപെടലാണ്, അപ്പം നടക്കും അല്ലേ? നമുക്ക് ശ്രമിക്കാം കേട്ടോ. ഇതിനൊക്കെ വില എത്രയും ചോദിക്കണം. റേറ്റ് ഇതിനാകെ നമ്മുടെ ഇവിടെ $100 വരുള്ളൂ കേട്ടോ. ഇതിന് കവർ അടിച്ച് ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അപ്രോക്സിമേറ്റ് 8,000-9,000 രൂപ അത്രേ വരത്തുള്ളൂ. ചേട്ടനെ അവിടുത്തെ ഹൈ ഓഫീസിലായ ആൾക്കാരെ വിളിച്ച് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ചേട്ടൻ ചോദിക്കുകയാണ്. കാരണം ഇവരൊരു ഫോറിനർ ഒരു വണ്ടി ഇവിടുന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വണ്ടി കൊടുത്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്. ഞങ്ങൾ കുറേ പോയി അന്വേഷണം ലാസ്റ്റ് ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കില്ല. ഇത് EV ആണോ അതോ മറ്റേ ഇതാണോ? ഇവിടെയുള്ള ചേട്ടന്മാർ നല്ല ഇടപെടൽ, നല്ല സഹകരണം കേട്ടോ. കാരണം എല്ലാ സംഭവം കാണിച്ചും എല്ലാം പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്ക് അറിയാം, പുള്ളി അമേരിക്ക. പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്തിട്ട് ഫുള്ള് ഇന്ത്യ കറങ്ങാൻ വേണ്ടിയാണ്. അതാണ് പുള്ളിയുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് പുള്ളിക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഫുൾ സംഭവമൊക്കെ വിറ്റ് അങ്ങനെ വന്നാൽ പുള്ളി അതൊക്കെ ചെയ്യാം. ഇവർക്ക് 5 വർഷത്തെ വിസ കിട്ടി ഇന്ത്യയിൽ. പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യ കറങ്ങണമെന്ന്. അപ്പോൾ അവിടുത്തെ എല്ലാ സംഭവം വിറ്റ് പുള്ളി ഇന്ത്യ ഇറങ്ങാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ പുള്ളി ഇതാണ് സ്വപ്നം കണ്ട്. എൻ്റെ പേര് എബിൻ. ഈ വിളിച്ചിട്ട് വണ്ടിയുടെ വില, വണ്ടിയുടെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതിന് ഏതാണ്ട് 3,20,000 രൂപ CNG വിത്ത് ഡീസൽ മാത്രം എത്ര? 25 രൂപ. ഞങ്ങൾക്ക് ഈ വണ്ടി കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നല്ല പൈസ കുറവായിരിക്കും. 4 ലക്ഷം രൂപ കേട്ടോ ഈ സംഭവത്തിൻ്റെ വില. ഇലക്ട്രിക് ആണ് ഞങ്ങൾ ഇപ്പം മേടിക്കാൻ കേട്ടോ. 4 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഇലക്ട്രിക് ഡീസലാണ് നോക്കിയാൽ. പക്ഷെ നോ ഡീസൽ. പക്ഷേ ഇതിന് AC ഇല്ലടാ. ഇല്ല, ഇതിന് ACയും BCയും KCയും ഒന്നുമില്ല. 4 ലക്ഷം രൂപയ്ക്ക് അത് ഇത്ര കൂടുതലാട്ടോ. അല്ലേടാ? ബർത്തല്ല കേട്ടോ. നമ്മൾ ബർത്തേ കയറേണ്ടി വരും കേട്ടോ. ഇവർക്ക് കിലോമീറ്റർ പറഞ്ഞാൽ മനസ്സിലാവില്ല. മൈൽസാ, ഗാലക്സ്, മൈൽ ആൻഡ് ഗാലക്സ് ആ രീതിയിലാട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നിങ്ങളൊരു വണ്ടി ഫോറിനേഴ്സിന് കൊടുത്തിട്ടില്ല? ഫോറിനേഴ്സ് കേട്ടോ നമ്മൾ ഒരുപാട് വണ്ടികൾ മറ്റവർക്ക് എടുത്തിട്ടുണ്ട്. ആർക്കാ? നമ്മുടെ ഇവിടെ ഒരു ട്രിപ്പ് ഓട്ടോറിക്ഷയുടെ ഇത് നടത്തുന്നുണ്ടല്ലോ അവര്. ടൂർ നടത്തുന്നത് രാജസ്ഥാനിലേക്ക് പോകണ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് കൊണ്ടൊരു സംഭവം. അവരെല്ലാം നമ്മുടെ വണ്ടി എടുത്തിരിക്കുന്നത്. അത് വേറെ കമ്പനി കൂടി ഉണ്ട്. അവരെടുത്തിട്ട് അവർക്ക് കൊടുത്തു വാടകയ്ക്ക്. അവർ ഇങ്ങനെ ടൂർ ഓപ്പറേറ്റേഴ്സ് പോലെയൊക്കെയാണ്. എന്നിട്ട് ഇവർക്ക് കൊടുക്കുക ഇതല്ലേ? മനസ്സിലായി. അതായത് ഒരു ടൂർ കമ്പനി എടുത്തിട്ട് കുറച്ച് ഫോറിനേഴ്സിന് കൊടുത്തു. 10-14 വണ്ടിയും കാണും അല്ലേ? ഓസ്ട്രേലിയക്കാരല്ലേ? അവരുടെ
കമ്പനി ഇവിടെ ഉണ്ട്. ആ കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിച്ചിട്ട് ടൂർ പോലെ ഫോറിനേഴ്സ് വന്നിട്ട് എറണാകുളത്ത് നിന്ന് രാജസ്ഥാനിലേക്കും ഹിമാലയയിലേക്കും ടൂർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ എല്ലായിടത്തേക്കും ബജാജിന് വണ്ടികളാണ്. ബജാജ് ഇച്ചിരി കൊണ്ട് നല്ല പവറൊക്കെ ഉള്ള കേട്ടോ. നോക്കൂ, പുള്ളിക്കാരന് രാജസ്ഥാനിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ചേട്ടാ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് ഇവിടുന്ന് വണ്ടി കിട്ടും. അപ്പം ഇവിടുന്ന് നമ്മുടെ സൈനൂസിൽ നിന്ന് പണിതിട്ട് പുള്ളിക്ക് അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ദാറ്റ്സ് കറക്റ്റ്, ദാറ്റ് ബെറ്റർ ഓപ്ഷൻ. യാ ഹാപ്പി Happy. ഓക്കെ കം ഗൈസ്. നോക്കൂ, ഫൈനലി ഞാനങ്ങനെ വണ്ടിയിലെത്തി. സഫാരി വഴിയിൽ നിന്ന് പോയി, എൻ്റെ സ്റ്റാർട്ടർ കത്തിപ്പോയി. ഗൈസ്, ലിവിനും പിന്നെ അഖിലൊക്കെ അത് എടുക്കാൻ വേണ്ടി പോയേക്കാ. ഞാൻ ഓടി വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓടി വന്ന കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മറന്നുപോയി. അതായത് ഈ കാണുന്ന ഹെഡ്ഫോൺ കണ്ടോ, ഈ കാണുന്ന ഹെഡ്ഫോൺ പുതിയ ഹെഡ്ഫോൺ ആയിരുന്നു കേട്ടോ. രണ്ടും നല്ല കിഡിലും JBLൻ്റെ സാധനമായിരുന്നു. ഇതിൻ്റെ ഈ സംഭവം ഇങ്ങനെ പൊളിഞ്ഞു പോവുക. അപ്പോൾ ആർക്കെങ്കിലും ഇത് ശരിയാക്കാൻ അറിയാമെന്നോ അല്ലെങ്കിൽ ഇത് ശരിയാക്കി തരുന്ന സംഭവം എന്തെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിലായാലും കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ച സാധനമാണ് ഈ കാണുന്ന പാനാസോണിക് S1H. അപ്പോൾ ഇതിൻ്റെ ഒരു ലെൻസ് ഉണ്ട്, അതായത് 24-105, അതായത് 105 ലൂമിനസിൻ്റെ ലെൻസ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം. മേടിക്കാൻ വേണ്ടിയാണ്. പിന്നെ പുതിയത് നല്ല ബെറ്റർ പ്രൈസിന് കിട്ടുവാണെങ്കിൽ മേടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കാരണം ഈ ക്യാമറ ഉപയോഗിക്കണം. കാരണം ഇത് അത്ര സൂപ്പർ സിനിമ ലൈൻ ക്യാമറയാണ്. ഇതൊക്കെ ഉപയോഗിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഐഫോണിന് സൗണ്ട് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് രണ്ടുപേരും വോക്കൽ നല്ല രീതിയിൽ കിട്ടത്തില്ല. ഇതൊക്കെയാണെങ്കിൽ വേറെ ലെവലായിരിക്കും വീഡിയോ. ഗൈസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ.